ഹലോ ഗൈസ്, ഞാൻ എന്താ ബനിയിടാണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ പോവായിരുന്നു. വീഡിയോ എന്താ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വ്ളോഗിന് വേണ്ടി ക്യാമറ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ മര്യാദയ്ക്ക് എടുക്കുന്നത് വ്ളോഗിന് വേണ്ടിയിട്ട്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളെ ഞാൻ എന്താ വീഡിയോ ഇടാഞ്ഞെന്നുള്ള കാരണം കൂടിയാണ്. എൻ്റെ നാട്ടിൽ വരാനുള്ള ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തതായിരുന്നു. ഇപ്പോൾ കാനഡ ഇന്ത്യയിലെ ഇഷ്യൂ ഒക്കെ കാരണം ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടല്ലേ, പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി അതൊന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാത്തിൻ്റെ തിരക്ക്. പിന്നെ ഒടുക്കത്തെ ജോലി പ്രഷറൊക്കെ ഭയങ്കര കൂടുതൽ എനിക്ക് വർക്ക് പ്രഷറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിലും എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് ഫോക്കസ് പോലും ചെയ്യാൻ പറ്റിയില്ല. ജിമ്മിക്കൊന്നും പോകാറില്ല, ഒന്നിനും എനിക്ക് പ്രിയോറിറ്റി വയ്ക്കാനൊന്നും പറ്റിയില്ല. ജോലി പിന്നെ മൂവിങ്ങിൻ്റെ ഇടയിലായിരുന്നു ഞാൻ ഫുള്ള്. ഇന്നെന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസലായില്ല. ഞാൻ നവംബർ 1 ക്യാൻസലേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായില്ല. അപ്പോൾ എനിക്ക് നാളെ എന്തായാലും വരേണ്ടി വരും. നാളെ രാത്രി ഞാൻ വീട്ടിലിത് പറഞ്ഞിട്ടില്ല, വീട്ടിലെന്തായാലും ക്യാൻസലായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരത് വിശ്വസിച്ചു. അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വരണേ, എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു എന്നറിയും. അപ്പോൾ അത് പോയിന്ന് കേട്ടപ്പോൾ അവർക്കായാലും നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി അവരെന്നെ കാണുമ്പോൾ എന്തായാലും വിചാരിക്കുന്ന പോലെ എല്ലായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഭയങ്കര ഹാപ്പി ആവുമെന്ന് എൻ്റെ മനസ്സ് പറയും. നാളെ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിയിൽ നിന്ന് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോകാനാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതേ അവിടെ പെട്ടിയൊക്കെ കാണാം, ഉണ്ടാവും പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതേ ഓഫീസിൽ വന്ന് നോക്കുക. ഞാൻ ഇവരോട് തന്നെ ഇന്നാണ് പറഞ്ഞത് ഞാൻ ഇന്ന് പോവാന്ന്. അപ്പോൾ പോണേക്കാളും വേറെ വർക്ക് തീർക്കാണ്ട്, അതൊക്കെ ഇപ്പോൾ ഇരുന്ന് ചെയ്യാം. ഐ ആം എക്സൈറ്റഡ്. അയ്യോ, ഓൾമോസ്റ്റ് റെഡിയായി. 1.5 മണിക്കൂറിൽ ഇറങ്ങണം. ഞാൻ സാധാ ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലൂ പാൻറ്റും ഇടണം. നമ്മൾ വലിയ ലൂസ് ഫിറ്റ് സാധനം എന്നിട്ട് പോകുന്നില്ല. ഇവിടെ നിന്ന് എല്ലാവരും മുമ്പ് ഭയങ്കര സ്റ്റൈലായിട്ട് പോകണം, ഞാൻ നോർമലായിട്ട് പോകണം. പാവം. കുഴപ്പമില്ല. എന്നാ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാണ്. സാധനങ്ങളൊക്കെ എടുത്തു. ബൈ ബൈ, ടാറ്റ. എൻ്റെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. ഞാനിതിപ്പോൾ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗേറ്റിലെത്തിയിട്ട് എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. 3 മണിക്കൂർ ഇനി വെറുതെ അവിടെ കിടന്ന് സിനിമ കണ്ടിരിക്കണം. ഞാൻ ഒരു ആനിമെ ഫുള്ള് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് മൊത്തം ഇരുന്ന് കാണാം. എൻ്റെ കസാരയുടെ അവസ്ഥയുടെ ഇത് കണ്ടോ. ഒരു തലോണ വന്നു, ഒരു പോപ്പ് വന്നു. ഇതൊക്കെ ടി വി ഇങ്ങനെ ഇളകും. പിന്നെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതിലവരൊരു ഹെഡ്ഫോൺസ് തന്നിട്ടുണ്ട്. നാട്ടിലായിട്ട് 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനമില്ലേ, അത് ചെവിട്ടിലിടാൻ പറ്റത്തില്ല. നമുക്ക് ആരും ഉപയോഗിച്ചതിൻ്റെ അഴുക്കുണ്ടെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ എയർ ഇന്ത്യയുടെ അവസ്ഥ കേട്ടോ. ഞാൻ എയർ കാനഡയിലും എത്തിഹാദിലും പോയിട്ടുണ്ട്. അതൊക്കെ എന്ത് വൃത്തിയാണെന്നറിയും, നല്ല വൃത്തിയായിട്ട. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും പറാട്ടയും ചായയുമായിട്ട് വന്നു കേട്ടോ. അത് ഡിന്നറായിരുന്നേ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വന്നു, അത് കഴിഞ്ഞ് ലഞ്ച് വന്നു. ലഞ്ച് കഴിഞ്ഞ് ഇത്തിരി നേരം മാപ്പ് നോക്കി ഇരിക്കുമ്പോഴേക്കും ഡൽഹി എത്തി. 14 മണിക്കൂർ കഴിഞ്ഞ് ഡൽഹിയിലെത്തിയിട്ടോ ഗൈസ്. ശരിക്കും ഇന്ത്യയിലാണ്ടിയോ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഡൽഹിയാന്ന് മനസ്സിലാക്കാൻ മുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാരണം അത്ര പുകയാണ്. ലൈറ്റൊക്കെ അടിയിലത്തെ ലൈറ്റൊക്കെ ബ്രൈറ്റായിട്ട് മുകളിലേക്കാണ്. ഇവിടെ നിന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവം, ഇനി ബാഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബാഗേജ് എടുത്തിട്ട് അടുത്ത ഇനി കേരളത്തേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കണമല്ലോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവിടെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഒറ്റ ഫ്ലൈറ്റാണ്, എയർ ഇന്ത്യയിലാണ് രണ്ടും. എന്നിട്ട് ഇത് ചെയ്യേണ്ടി വരുന്നു എന്നാലോചിച്ചേ. എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ എത്തിയപ്പോൾ 1 മണിക്കൂറിന് മുകളിൽ ലേറ്റ് ആയിരുന്നേ.
ഇനി എൻ്റെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് 4:30 അതിപ്പോൾ 5:30 കാണിക്കണേ. എനിക്ക് എയർ ഇന്ത്യയുടെ അടുത്ത് ഉള്ള റെസ്പെക്റ്റ് ഒക്കെ പോയിട്ടോ. ഞാൻ ജീവിതത്തിൽ ട്രാവൽ ചെയ്ത് ഏറ്റവും വൃത്തിയിട്ട ഫ്ലൈറ്റായിരുന്നു. എല്ലാം കൊണ്ടും അങ്ങനെയായിരുന്നു. ഫസ്റ്റ് കയറിയപ്പോൾ ഞാൻ ഇരുന്ന സീറ്റ് അത് തിരിക്കാനും ഫ്രണ്ടിക്കും ബാക്കിക്കും ആക്കാൻ പറ്റത്തില്ല. പിന്നെ ഒടുക്കത്തെ മണം, എന്തോ ഒരു വൃത്തിയായിട്ട് മണമായിരുന്നു ഫുൾ ഫ്ലൈറ്റ്. എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി കണ്ടത് ഫ്രണ്ടിൽ നിന്ന് ടിം ഹോട്ടൻസ് ഉണ്ടായിരുന്നേ. അപ്പം തന്നെ ഞാൻ പോയിട്ടൊരു കാപ്പി വാങ്ങിച്ച്, ഒരു കാപ്പിച്ചീനും ഒരു ക്രോസാണ്ടും വാങ്ങിച്ച്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആകെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാപ്പി ഈ പബ്സ് പോലത്തെ സാധനത്തിനും 800 രൂപയായി. കാനഡയിൽ ഇത്ര വില വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു $5 പരിപാടി തീർന്നേനെ. ഞാൻ എൻ്റെ ഇടയിൽ കാപ്പി കുടിക്കാൻ പോയിക്കായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ ബോർഡിങ് തുടങ്ങി. ആകെ 5 രൂപയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചാടിക്കയറി. ഡൽഹിയിൽ നിന്ന് പിന്നെ ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു. ഡൽഹിയിൽ നിന്ന് അറൗണ്ട് 4 hours ഉണ്ടായിരുന്നുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ എനിക്കത് വിൻഡോ സീറ്റും ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നോക്കി നല്ല രീതിയിൽ അങ്ങനെ നോക്കി ഞാൻ കിടന്നുറങ്ങും. ഇത് ഞാൻ വെറുതെ ഷോക്ക് വേണ്ടി ചെയ്താൽ. പുറത്ത് അപ്പോഴേക്കും സൺറൈസ് ആയിരുന്നു. പുറത്ത് നല്ല വ്യൂ ആയിരുന്നു. വ്യൂ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ദേ വന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി സാമ്പാർ, പിന്നെ ഉപ്മാവ് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കേരളത്തിലെത്തി. ലാൻഡ് ചെയ്തിരിക്കുന്നു. എൻ്റെ ബാഗേജ് എടുക്കാൻ പോവുക. ഇവരൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നത്. എങ്ങനെ ഉള്ളിൽ കയറുമെന്ന് വിചാരിച്ചിരിക്കുക. അതാണ് എൻ്റെ വീട്. ഞാൻ ക്യാമറ വെച്ചിട്ട് ഒന്നും കിട്ടിണ്ടാവില്ല. നല്ല ദുഷ്ടനായിട്ടല്ല ടിക്കറ്റ് ക്യാൻസൽ ആയിട്ട്. ഭയങ്കര സർപ്രൈസ് ആയിട്ടാ. വീട്ടിലെത്തിയിരിക്കുന്നു. ഞാൻ ലിഫ്റ്റിനെ അടിച്ചത്. ഇത് പെങ്ങൾ മൊട്ട അടിച്ച്. ഇതാണ് എൻ്റെ വീട് ഗൈസ്. എൻ്റെ പെങ്ങൾക്ക് മുടി മുട്ട അടിച്ചതിന് കിട്ടിയ സർട്ടിഫിക്കറ്റ്. റിയാക്ഷൻ ഞാൻ അടുത്ത വരെയൊക്കെ കിട്ടിയില്ലേ ഗൈസ്. റിയാക്ഷൻ ക്യാമറ, കാരണം ഫ്രണ്ട് കൂടെ വന്നാലേ ഇവിടെ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ്സാ. അപ്പൊ ഞാൻ പുറത്ത് കാണുന്നത് നടക്കുന്നത് കാണും. ഞാൻ എങ്ങനെയോ സൗണ്ടില്ലാതെ ഗേറ്റൊക്കെ തുറന്നു. പക്ഷേ ക്യാമറ വെച്ച ആംഗിൾ ശരിയായില്ല. തേങ്ങ എനിക്കറിയാവുന്ന അത് പണി വളർന്നു. മാമന്റെ വീട്ടിൽ പോകാം. മാമന്റെ വീട്ടിലത് പറഞ്ഞിട്ടില്ല. എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വരാമെന്നായിരുന്നു. എന്നിട്ട് പിന്നെ ടിക്കറ്റ് ക്യാൻസൽ ആയെന്നാണ് പറഞ്ഞത്. കാരണം അത് ക്യാൻസൽ ആക്കിയതായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞു, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാ. മാമൻ്റെ പുറത്ത് അല്ലല്ല പറ്റിച്ചൊന്നല്ല. നമസ്കാരം. അമ്മ കുഴപ്പമില്ല, ഞാൻ അടുത്ത വർഷം വീണ്ടും വരും. അച്ഛൻ ഇന്നെത്തണേ. ഞാൻ അച്ഛനോട് ഓൾറെഡി ഞാൻ എത്തിയ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ 4 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അച്ഛനെ കാണാൻ പോകുന്നത്. ഹിയർ ഇറ്റ് ഈസ്, കാണുക.